ഡയറക്റ്റും പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് നിങ്ങളെത്തുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിന് താഴെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ട് സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കും എത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ₹3.54 ആയിരിക്കും നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത്. ഇത് ഈ നിസ്പ്ലേസ് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാം പ്ലേ ടൈം എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. പ്ലേ ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെ മണി ഏൺ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് പ്ലേ വീഡിയോ ഗെയിം ആൻഡ് ഏൺ പോയിന്റ് എന്ന് പറയാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് പ്ലേ നൗ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാം. പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഒരു അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഡേറ്റകൾ ഈ ഒരു ആപ്ലിക്കേഷൻ കളക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഡേറ്റകൾക്ക് ഇമ്പോർട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം കൊടുക്കുക. അതിനെതിരെ നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബെസ്റ്റ് ടാസ്ക്. ബെസ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം സർവേകളാണ്. നിങ്ങൾക്ക് സർവേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സർവേ അറ്റൻഡ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ടാസ്ക് കാണാൻ പറ്റും. ടാസ്ക് എല്ലാം നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്ന എല്ലാവർക്കും അറിയാം ടാസ്ക് എന്താണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതിന് തൊട്ടിപ്പുറത്ത് സർവേ എന്ന് കാണാൻ പറ്റും. സർവേ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, സർവേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും സർവേ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയാത്തത്, നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് മാത്രം. ഇത് നിന്ന് സിമ്പിളായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ടിക്കറ്റ് ഇടാം. അപ്പോൾ നമുക്ക് 20 ടിക്കറ്റ് കൂടുതൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഏറ്റവും മുകളിലോട്ട് സ്കോർ ഇവിടെ കണ്ടോ 22 ഇറങ്ങുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഈ ഒരു ടിക്കറ്റ് നമുക്ക് 22 കൂടുതലുണ്ട്. 22 കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അടുത്ത ടിക്കറ്റ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 22 ടിക്കറ്റ് ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഗെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പ്ലേ നൗ, അതേപോലെ തന്നെ സ്ക്രാച്ച് കാർഡ്. അതായത് ഗെയിം കളിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യാം. മറ്റേ സ്ക്രാച്ച് കാർഡ് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ ഗെയിം കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ പ്ലേ ഗെയിം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ട് മണി ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സ്ക്രാച്ച് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രാച്ച് കാർഡ് വരുന്നത്. നിങ്ങൾ ഈ സ്ക്രാച്ച് കാർഡ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 25 കോയിൻ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ക്ലെയിം എ റിവാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ പ്ലേ നൗ എന്ന ഗെയിം എന്നുള്ള ഒരു ഓപ്ഷന് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് ഗെയിം കളിച്ചായിരിക്കും ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് മണി ഏൺ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കാണ് കമ്പ്യൂട്ടർ ഹൈ കാണിച്ചു, നിങ്ങൾ ഹൈ കാണിക്കണം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ആക്ഷനെ കാണിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് കാണിക്കില്ല. അപ്പം നമ്മളിപ്പോൾ ഒരുമിച്ച് ഒരു ആക്ഷൻ കാണിച്ചു, അപ്പം നമുക്ക് ഇവിടെ 20 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ കളക്ട് 20 പോയിൻറ്റ്സ് എന്നുള്ളിടത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഗെയിം എന്നുള്ളിടത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ കളിച്ച് അതിനിട്ട് പ്ലേ നൗ എന്നുള്ളിടത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെസ്റ്റ് ഗോ വരും. അപ്പോൾ ഇതിന് ഇവിടെ കമ്പ്യൂട്ടർ ഓരോ ആക്ഷനുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണം, അത് രണ്ടുപേരുടെയും മാച്ച് ആയിക്കൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ നോക്കി വേണം. ഇപ്പം നമുക്ക് ലോസ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ഗെയിം നിങ്ങൾ എപ്പോഴും ഒന്നും സെറ്റ് ആവണമെന്നില്ല. പക്ഷേ സ്ക്രാച്ച് കാർഡ് അത് നിങ്ങൾക്ക് എന്തായാലും മണി ഏൺ ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറുമായിട്ടാണ്, എപ്പോഴും ഒന്നും നമുക്ക് മാച്ച് ആയെന്ന് വരത്തില്ല. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. അത്രമാത്രമേ ഈ ഒരു എണ്ണത്തിൽ. അതിനുശേഷം ക്ലോസ് എന്നുള്ളത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയാസ്, അതേപോലെ ഗെറ്റ് ഫ്രീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ സോഷ്യൽ മീഡിയാസ് ഉണ്ട്. ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അങ്ങനെയുള്ള. അപ്പോൾ ഇതിലെല്ലാം ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെത്, ഇതേപോലെ ടെലിഗ്രാമിൻ്റെ. ജസ്റ്റ് നമ്മൾ ടെലിഗ്രാമിൽ നിന്ന് കാണിക്കാം. ഇവിടെ ഫോളോ ചെയ്യുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഡയറക്റ്റ് നിങ്ങൾ ടെലിഗ്രാമിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാമിൽ പോയിട്ട് ബാക്ക് നമുക്ക് കാണാൻ പറ്റും നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കോയിൻ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 145 കോയിൻ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമുക്ക് ഇവരുടെ അടുത്തൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ജോയിൻ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇവിടെ വീണ്ടും 100 പോയിന്റ് കാണാൻ പറ്റും. നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാം ഓഫർ റെഡീമഡ് എന്ന് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം റെഡീം ചെയ്യണം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ഒരു 400 പോയിൻറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഓർത്തുക. ജസ്റ്റ് നമ്മൾ വീണ്ടും ടെലിഗ്രാം എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 245 കോയിൻ ആഡ് ആയിട്ടുണ്ട്. ഇതേപോലെ അൺലിമിറ്റഡ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ആഡ് ആയിക്കൊണ്ടേയിരിക്കും കോയിൻസ്. അപ്പോൾ ജസ്റ്റ് വീണ്ടും നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ടെലിഗ്രാമിൻ്റെ 2 റെഡീം എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അടുത്തതായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ കിടപ്പുണ്ട്.
ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ചുമ്മാ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ 445 കോയിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോയിൻസ് നിങ്ങൾക്ക് 17 മണിക്കൂർ കഴിഞ്ഞിട്ടായിട്ട് പൈസയായിട്ട് കൺവേർട്ട് ആവുന്നതായിരിക്കും. പൈസയായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വിഡ്രോ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 35 രൂപയാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കോയിൻ കൺവേർട്ട് ആയതിനു ശേഷം ഇവിടെ വാലറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ആഡ് പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് UPIയിലേക്കായിട്ട് ട്രാൻസാക്ഷൻ വരുന്നത് UPI ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് UPI മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ UPIയുടെ അഡ്രസ്സ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ നമ്പർ കൊടുക്കുക, അതിനുശേഷം സേവ് ഡീറ്റെയിൽസ് എന്ന് പറയാം. ഇങ്ങനെ സേവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ UPIയിലേക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിഡ്രോ ചെയ്യുന്നത്. മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 35 രൂപയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം വിഡ്രോ വരുന്നതെന്ന് വെച്ചാൽ 700 രൂപയാണ് മാക്സിമം വിഡ്രോ വരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം 700 രൂപ വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, ഇങ്ങനെയാണ് ഇതിൽ. അതിനുശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത് ട്രാൻസ്ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാലൻസ് 354 പൈസ ഉള്ളൂ, അതുകൊണ്ട് അപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പം നിങ്ങൾക്ക് 35 ഇവിടെ ആവുന്നുണ്ടോ അപ്പം തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്നെടുത്ത് ക്ലിക്ക് ചെയ്താൽ സക്സസ്ഫുൾ ആയിട്ട് വിഡ്രോ ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.